ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ബൈ കിഡ്സ്. ഞങ്ങൾ ഇന്ന് ദുബായ് ഫ്രെയിം കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഈദ് ഡേ പുറത്തിറങ്ങിയതാണ്. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ടോളസ്റ്റ് ബിൽഡിങ്ങായ ബുർജ് ഖലീഫ കാണുന്നത്. പിന്നെ ഞങ്ങൾ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് എത്തി. ദുബായ് ഫ്രെയിം വഴി നമ്മുടെ റോഡ് വഴി കാണുന്ന വ്യൂ ആണ് ദുബായ് ഫ്രെയിമിൻ്റെ. സബീൽ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു വ്യൂ കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വളരെ നല്ല, പുറത്തുനിന്ന് തന്നെ നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ ഈ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല റഷും ഉണ്ടെന്ന്. ഈദ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണല്ലോ, അപ്പോൾ അതിൻ്റേതായ റഷും ഉണ്ട്. ഞങ്ങളിത് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങളെല്ലാവരും, കുട്ടികളും എല്ലാവരുമായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എൻട്രി ഫീ നമ്മൾ കൊടുത്തതിന് ശേഷം അകത്ത് കയറുമ്പോൾ തന്നെ കുറച്ച് ക്യൂ ഉണ്ട്. നമ്മൾ ക്യൂവിൽ നിന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അകത്ത് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൽ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. അങ്ങനെ ഫൈനലി അകത്തേക്ക് കയറുവാണ്. അകത്ത് കയറുമ്പോൾ തന്നെ അത് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് അവിടെ ഓരോന്നും ചെയ്തിട്ടുള്ളത്. ലൈറ്റിങ്സ് ആയിരുന്നാലും എല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ കുറച്ച് എക്സിബിഷൻ പോലെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ കാലത്തുള്ള അവിടെ കൾച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എക്സിബിഷൻ പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഓരോ കൾച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ അവിടുത്തെ പണ്ടത്തെ ഷോപ്പ് എങ്ങനെയായിരുന്നു, ഇന്നത്തെ പോലെ അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പഴയ ദുബായിയുടെ ഹിസ്റ്ററിയൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ അത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു ആ സമയവും. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറുവാണ്. ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു ആ ഒരു ലിഫ്റ്റിലുണ്ടായിരുന്നത്. ലിഫ്റ്റിലുള്ളൊരു ഡേ ടൈം വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ലിഫ്റ്റിലൂടെ കാണാനും മൊത്തത്തിൽ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ദുബായ് കാണാൻ പറ്റും. കാണാൻ നല്ല രസമായിരുന്നു. ഏകദേശം 150 മീറ്റർ ടോളായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. അത്രയും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ആദ്യം ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റും. അതുവഴി കുട്ടികൾക്ക് കയറാൻ ആദ്യം ഒരു പേടിയായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇത് തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് താഴെ നോക്കുമ്പോൾ താഴത്തെ വ്യൂസ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കുവാണ് അതിൻ്റെ മേളിലൂടെ. വളരെ നല്ലൊരു വ്യൂസ് ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റോടായിരുന്നു. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ദുബായിൽ വന്നിട്ട് ദുബായ് ഫ്രെയിം കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും കുട്ടികൾക്കായാലും ഉണ്ടായിരുന്നു. അവരും വലിയ ഹാപ്പി ആയിരുന്നു ഇത് ഈ ഗ്ലാസ്സിലൂടെ നടന്ന സമയത്ത്. ഇനി ഞാൻ മൊത്തത്തിലുള്ള വ്യൂസ് എടുക്കുവാണ്. ഒരു സൈഡിൽ പഴയ ദുബായും ഒരു സൈഡിൽ പുതിയ ദുബായും ആയിരുന്നു. ഇവിടുത്തെ ഷെയ്ഖിൻ്റെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂസും കാണാൻ പറ്റും. ഇത് ന്യൂ ദുബായ് ആണ് ഒരു സൈഡ്. ഇത് ഓൾഡ് ദുബായ് ആണ്. ഞങ്ങൾ
ഇനി മക്കളുമായിട്ട് ഇക്ക നടന്നു വരുന്നതാണ്. പിന്നെ ഞാനും ഇക്കായുമായിട്ട് ഒരുമിച്ച് ഗ്ലാസിൻ്റെ മേളിലൂടെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയായിരുന്നു. ഇനി മോന് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ പേടി മാറ്റാനായിട്ട് ഇക്ക കൂടെ കൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ ഗ്ലാസിൻ്റെ മേളിലൂടെ. അങ്ങനെ നൈറ്റ് വ്യൂ ആയി. നൈറ്റ് ഞങ്ങൾ ഏകദേശം ഇറങ്ങാറായപ്പോൾ നൈറ്റായി. അപ്പോഴത്തേക്കുള്ള വ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ ഉള്ളൊരു വ്യൂസും അതും വേറൊരു ഇത് തന്നെയായിരുന്നു. നല്ല കാണാനും ബുർജ് ഖലീഫയൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. അകത്തെ ലൈറ്റിങ്സ് ആയിരുന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു. നല്ല ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താഴേക്ക് പോകാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുവാണ്. ശരിക്കും ഒരുപാട് കാണാനുണ്ട് അതിനകത്ത്. ലൈറ്റിങ്സ് ആയിരുന്നാലും നമുക്ക് ഓവറോൾ വ്യൂ കാണാൻ പറ്റും ദുബായിയുടെ ഈ ടോപ്പിൽ നിന്ന്. ഇനി ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടുള്ള താഴത്തേക്ക് പോകുന്ന വ്യൂസാണ്. അവിടെയും ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റി. ഇനി താഴേക്ക് ഇറങ്ങുന്ന ടൈമിലും അതുപോലെ ലൈറ്റിങ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്മുടെ ദുബായിയുടെ വ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതെല്ലാം കണ്ട് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈമായി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എല്ലാവരും. താഴെയും ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഷോ ചെയ്തിരിക്കുന്നത് കണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ക്യാഷ് കൊടുത്ത് വാങ്ങാം. നിങ്ങളുടെ ഫോട്ടോ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫ്രെയിം ചെയ്ത് അവർ തരും ക്യാഷ് കൊടുത്താൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ലൈറ്റിങ്സ് പോലെയും കുറച്ച് ഡിസ്പ്ലേ നല്ല ഭംഗി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ദുബായ് ഫ്രെയിമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെ ഉള്ളതെല്ലാം. ഞങ്ങളതിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ദുബായ് ഫ്രെയിമിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്. വളരെ നല്ല വ്യൂ ആയിരുന്നു. നൈറ്റ് ആയപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ. ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങി വരുന്നത് വ്യൂ കണ്ടപ്പോൾ എടുത്തതാട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വളരെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡേ തന്നെയായിരുന്നു. വളരെ നല്ലൊരു ഡേ ആയിരുന്നു അന്ന്. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.